ഹലോ ഫ്രണ്ട്സേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അതുകൊണ്ട് അനുമോൾ രാവിലെ നല്ല ഉറക്കമാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അത് എനിക്കും കാണാൻ പറ്റിയില്ല, അത് നിങ്ങളെയോട്ട് കാണിച്ചു തരാനും പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, അനുമോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാം. തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ മൂവി ചെയ്തില്ലായിരുന്നു. കാരണം സത്യങ്ങൾ തെളിയണം, സത്യങ്ങൾ തെളിഞ്ഞാൽ പറ്റത്തുള്ളൂ. കാരണം അവർ പറയുന്ന 25 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് JP അനു അഭിനവ്, ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു വാർത്ത. സംഭവം നിങ്ങളെല്ലാവരും ഒരുവിധം അറിഞ്ഞു കാണും. പല ചാനലിലായിട്ട് പല പേജുകളിലായിട്ട് അവരുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സംഭവം ചെറുതായിട്ട് ഞാൻ വിവരിക്കാം. അതായത് ജയപ്രകാശ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് അനു. ഇവർ ഒരുമിച്ച് ബൈക്കിലോ മറ്റോ യാത്ര പോകുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അയാളുടെ കൈക്ക് തോളലിന് പരിക്കുണ്ടാകുന്നു. ഈ പെൺകുട്ടി കോമ സ്റ്റേജിലാവുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചങ്ങാതിക്കൂട്ടമൊക്കെ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ ചികിത്സയും ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതായിരുന്നു സംഭവം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം വന്നിട്ട് വീഡിയോ ചെയ്യും, ഫേസ്ബുക്കിൽ ഓരോ വീഡിയോ ഇട്ട് അതിൽ നിന്നും വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ 10-25 ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് പല തവണയായിട്ട് പലരായിട്ട് 10,000, 5,000 500, 1000 ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചങ്ങാതിക്കൂട്ടം കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആ ഒരു പേജിൽ ഏകദേശം 25,000-ഓളം ഫോളോവേഴ്സും വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇനി വിഷയം ആരംഭിക്കുന്നത്. അതായത് ഈ വന്ന കാശ്, ഈ പെങ്കൊച്ചിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സയ്ക്കും അതിനും ഇതൊക്കെ ഈ ഒരു അവസ്ഥ കണ്ട ആളിൽ കാശിട്ട് കൊടുത്തത് ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ജയപ്രകാശ് എടുത്ത് അടിച്ച് പൊളിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ആരോപണം, പൊതുവേ വരുന്ന ഒരു ആരോപണം. അങ്ങനെ ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇയാൾ ഉപദ്രവിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാവ് എന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അതിന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഒരു ചങ്ങാതിക്കൂട്ടം അവിടെ ചെന്നപ്പോൾ അതിന് കൃത്യമായിട്ട് വന്ന എമൗണ്ടുകളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫെബ്രുവരി മാസത്തിലാണ് ഇത്. ജൂണിലുണ്ട് ക്രെഡിറ്റ് 10,000, 1000, 100 എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണ് അതൊക്കെ. എല്ലാം പൈസ ഇടും. ഈ പൈസയിൽ നിന്നെല്ലാം ഡെബിറ്റ് ചെയ്യും. 10,000, 20,000 ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തന്നെ തിന്നും, അടിച്ചുപൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും. ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല. അതായത് അവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പെങ്കൊച്ചിന് വന്ന, അല്ലെങ്കിൽ പെങ്കൊച്ചിന് ബുദ്ധിമുട്ട് കാണിച്ചു, അനുവിന് ബുദ്ധിമുട്ട് കാണിച്ച് വന്ന കാശെല്ലാം കൂടെ എടുത്ത് പുട്ടടിക്കുക, യാത്ര ചെയ്യുക, കാര്യങ്ങളെല്ലാമാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് ഭാഗം കേൾക്കാതെ വീഡിയോ ചെയ്യത്തില്ല. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജയപ്രകാശിനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാളുടെ ഭാഗം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നു. അയാൾക്ക് പറയാനുള്ള എന്താണെങ്കിലും അത് കേൾക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ വീട്ടുകാർ അനു സംസാരിക്കുന്നില്ല. ബാക്കിയുള്ള അവരുടെ വീട്ടുകാരും അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ജയപ്രകാശിന് പറയാനുള്ള എന്താണ് അതും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇവിടെ രണ്ടും കൃത്യമായിട്ട് നമുക്ക് എടുത്ത് ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഒലിവിയ വിഷയം വന്നപ്പോഴും ഈ ഇരകളെന്ന് പറയുന്ന പെൺകുട്ടികളും ആരോപണ വിധേയരായവരും ഇവർ രണ്ടുപേരും ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എടുത്ത് തന്നു. അതിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് അതിനൊരു കണക്കിലെത്താൻ പറ്റും. ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി. അത് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇതിവിടെ 100% നിരപരാധി എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. ആരാന്നറിയോ? അത് അനുവാണ്. അവരുടെ അവസ്ഥകൾ കണ്ടല്ലോ, അവരുടെ നേതൃത്വത്തിൽ ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യാം. എന്ത് സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അല്ലേ, വളരെ മാന്യമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് വരുന്നു. വലിയ ദുഃഖം തോന്നുന്നു. ആ പെൺകുട്ടി എത്രയും വേഗം രോഗം ശാന്തിയായിട്ട് മുന്നിലേക്ക് വരട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നുന്നു അതിൻ്റെ ഒരു അവസ്ഥകൾ കാണുമ്പോൾ. ആ വീഡിയോയിൽ ഉള്ള അവസ്ഥകൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ വന്ന് നമുക്ക് താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ പെൺകുട്ടിയെ ചതിച്ച് ഈ പറയുന്ന ഭർത്താവ് കാശ് പിടുങ്ങി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജയപ്രകാശ്, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്, ക്രൂരതയാണ്. പക്ഷേ അദ്ദേഹത്തിലേക്ക് എത്തണം, അദ്ദേഹത്തിന് പറയാനുള്ളവരെ കേൾക്കണം. പക്ഷേ അതിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, തിന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവത്തിൽ ആ തിന്നത് കൊണ്ട് പിടിച്ചോ, അത് നിങ്ങൾ ചതിച്ചും വഞ്ചിച്ചും നേടിയതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് വളരാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കേൾക്കണം എന്തൊക്കെയാണെങ്കിലും. ഇനി ഇവർക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു 10-12 വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ ഈ ജയപ്രകാശിൻ്റെ കൂടെയാണ്. ഇദ്ദേഹം ഒരു കേസ് കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് പറയും. ഇദ്ദേഹത്തിന്, അതായത് ഈ വീഡിയോ ചെയ്തതും എല്ലാം കാരണം ഇദ്ദേഹത്തിൻ്റെ, ഈ ജയപ്രകാശിൻ്റെ അച്ഛൻ നൈസായിട്ട് വിഷമടിച്ചു. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാനിടയുണ്ടായി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? മകൻ്റെ എന്തെങ്കിലും കള്ളത്തരത്തിലെ കുറ്റബോധം കൊണ്ടാണോ അച്ഛൻ അങ്ങനെ ചെയ്തത്? അതല്ല, മകൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആളുകൾ ക്രൂശിക്കുന്നതുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ ചെയ്തത്? ഇതൊക്കെ നമുക്കറിയാനായിട്ട് ഇനിയും സമയമെടുക്കും. കാര്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതെന്താണ് സംഭവം, ഇത് അടിച്ചത് തന്നെയാണോ, അതല്ല ഇനിയിപ്പം അഭിനയമാണോ, ഒരാളിങ്ങനെ വിഷമടിച്ചു എന്നൊക്കെ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിൽ അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഉടായ്പകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പിടിക്കണം. കാര്യം ഈ കാശ് വന്ന് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്, ചങ്ങാതിക്കൂട്ടം പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. 10,000 രൂപ, 1000 രൂപ, 500, 250 രൂപ. പാവപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ 500 രൂപ ഡെയിലി പണിക്ക് പോയിട്ടായിരിക്കും 250 രൂപ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാശ് മേടിച്ചുകൊണ്ട് ഇവരല്ല പല ആളുകളും
ഇവരുടെ കാര്യം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ JP അനുവിൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ എനിക്കറിയാൻ സാധിച്ചൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഹൃദയരോഗമായിട്ടോ കരൾ രോഗമായിട്ടോ കിഡ്നി രോഗമായിട്ടോ ഇതേപോലെ ചെന്നിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യും. വീഡിയോസ് ചെയ്തിട്ട് അതിൻ്റെ ഇത്ര ശതമാനം ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. തന്തയില്ലാഴിയല്ലയോ അത്? പക്കായിട്ട് പറയണം തന്തയില്ലാഴി. ഒരു നാണോ ഒരു കൂസലും ഇല്ലയോടാ നിനക്കൊന്നും വീഡിയോ ചെയ്യുന്നവന്മാർക്കൊന്നും. ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ വീഡിയോ, ഒരു അമ്മയുടെ വീഡിയോ. അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തു. എന്നിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ ഇല്ലെങ്കിൽ Google Pay നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തു. അതും വീഡിയോയിൽ ഞാൻ കൊടുത്തില്ല. കാര്യം എന്താണെന്നറിയോ, ആ വീഡിയോ കൊണ്ട് മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ആ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടില്ലെന്ന് മനസാക്ഷി തൊട്ട് മനസ്സിനെ തൊട്ട് എനിക്ക് പറയാൻ പറ്റും. ആ അമ്മയ്ക്ക് ഏകദേശം 25,000 രൂപ കണ്ട് അന്ന് തന്നെ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള അവരുടെ വീടിൻ്റെ അപ്പുറത്തെ പയ്യൻ എന്നെ കൊണ്ടുപോയി. അവൻ വിളിച്ച് പറഞ്ഞു സന്തോഷം. അത് കിട്ടിയവരെന്ന് ആലോചിക്കണം അവരുടെ ഏരിയയിൽ നിന്ന് തന്നെ. കാരണം ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പോലും പലയിടത്ത് പറയുന്നത്. അല്ലാതെ വേറെ കിഡ്നി പേഷ്യൻ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചില വിഷയങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം അവരുടെ അക്കൗണ്ട് നമ്പർ വെക്കുന്നതല്ലാതെ അവിടെ ചെന്നതിനെ മനഃപൂർവ്വം ഞാൻ വിചാരിക്കാറുണ്ട് ഒരു തുള്ളി വെള്ളം പോയിട്ട് ഒരു മിച്ചർ വെച്ചാൽ മിച്ചറിൻ്റെ ഒരു തരി പോലും എടുത്ത് തിന്നത്തില്ല ഞാൻ. കാര്യം അതുപോലും നാളെ ഞാൻ വിശ്വസിക്കുന്ന റബ്ബിൻ്റെ അടുത്ത് കണക്ക് പറയണമെന്നൊരു ബോധം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഞാൻ ഈ അനു JP വിഷയമല്ല ഇവിടെ പറയുന്നത്. ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് ഇങ്ങനെ തരണമെന്ന് പറയുന്ന തന്തയില്ലാത്തവന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ തന്തയില്ലാത്തവന്മാരുണ്ടല്ലോ, തന്തയില്ലാഴി കാണിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് പറഞ്ഞത്. നിനക്കൊന്നും ദഹിക്കാനും പോകുന്നില്ല, അതൊക്കെ കൊണ്ട് നിൻ്റെ മക്കൾക്ക് കൊടുത്താലും നിൻ്റെ കുടുംബത്തിൽ ഇട്ട് കഴിഞ്ഞാലും ഒന്നും മുളയ്ക്കാൻ പോകുന്നില്ല, നശിച്ച് നാറാണക്കല്ലെടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ചെറ്റത്തരം ചെയ്യരുത്. പാവങ്ങൾ ഗതികേട് കൊണ്ടാണ് കൈ നീട്ടി വരുന്നത്. അങ്ങനെ കൈ നീട്ടി വരുമ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ സത്യസന്ധമായിട്ട് അവർക്ക് വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അക്കൗണ്ട് നമ്പറൂടെ കൊടു. നിങ്ങൾക്ക് ട്രാവൽ എന്തെങ്കിലും എക്സ്പെൻസ് വേണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വീഡിയോയിൽ പറ, ഞങ്ങൾ ഇവിടെ വരെ വന്നതാണ്, ഇത്ര രൂപ ട്രാവൽ എക്സ്പെൻസ് ആയി, അതുകൂടെ ഞങ്ങൾക്ക് തരണം എന്ന് അന്തസ്സായിട്ട് വീഡിയോയിൽ പറഞ്ഞ് മേടിയിട്ട്. അതിൻ്റെ അന്തസ്സുണ്ട്. അല്ലാതെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് ഇത്ര ഇവരൊക്കെടാ കേട്ടോ. വേറെ വാക്ക് അതിന് പറയണ്ട കേട്ടോ. ഓക്കെ, അത് പോട്ടെ. ഇനി അനു JPയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഈ ഒരു വിഷയം നമുക്ക് ആഴത്തിൽ അറിയേണ്ടതുണ്ട്. കാര്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് പെൺകുച്ചിനെ നല്ല രീതിയിൽ നോക്കുന്നതായിട്ടാണ്. പക്ഷേ അതൊരു ചതിയായിരുന്നു, ഒരു കാശിൻ്റെ അടിച്ചുമാറ്റലായിരുന്നു എന്നൊക്കെ ഉള്ളതിലേക്ക് നമ്മൾ എത്താൻ ഇനിയും കുറച്ചുകൂടെ സമയമെടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന അമ്മ വളരെ ദുഃഖത്തോടെയും വിഷമത്തോടെയാണ് ആ വീഡിയോയിൽ വരുന്നത്. ഈ പറയുന്ന ഈ അനുവിൻ്റെ അമ്മ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട്. ഈ അനുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് അറിയണം. ഈ കാശ് ഇദ്ദേഹം അടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വീഡിയോസ് വരട്ടെ. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ ഈ അനുവിൻ്റെ വീട്ടിലും എനിക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എപ്പോഴായാലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജയപ്രകാശ്, അദ്ദേഹത്തെയും ഞാൻ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഈ രണ്ട് വിഷയം കേൾക്കണം. കാരണം ഇപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് വീഡിയോ വന്നപ്പോൾ അത് ഞാൻ എടുത്ത് പ്രതികരിക്കുമ്പോൾ ഈ പറയുന്ന ജയപ്രകാശിൻ്റെ വീഡിയോയും പ്രതികരിച്ചേ എനിക്ക് പറ്റത്തുള്ളൂ. അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് ആ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതെന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാം. തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ മൂവി ചെയ്തില്ലായിരുന്നു. കാരണം സത്യങ്ങൾ തെളിയണം, സത്യങ്ങൾ തെളിഞ്ഞാൽ പറ്റത്തുള്ളൂ. കാരണം അവർ പറയുന്ന 25 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ ATM കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ 14.5 ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി 18 ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ്. ആ 18 ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ്, ഞാനല്ല. ഇദ്ദേഹം ഈ 18 ലക്ഷം രൂപ 25 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ബാക്കി 7 ലക്ഷം രൂപ, അതായത് 18ൻ്റെ ബാക്കി 25 ആവണേ 7 ലക്ഷം രൂപ വേണം. അത് എങ്ങനെ വന്നു എന്നുള്ള കണക്കും പറയുന്നുണ്ട്. എനിക്കിതെല്ലാം സംശയം ഇതിനകത്ത് എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൈയൊടിഞ്ഞ് ഹോസ്പിറ്റലിലുള്ള കണക്കാണ് ഈ പറയുന്നത്. അതിന് ശേഷം വന്നിട്ടല്ലേ ഇദ്ദേഹം വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് വന്ന ഫണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ കണക്കോ? അതെനിക്കൊരു ചോദ്യമാണ്. അല്ല, അപ്പം ബാങ്ക് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത് 25 ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ 25 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷം രൂപയിൽ 18 ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞു പറ്റത്തുള്ളൂ. കാരണം ATM കാർഡ് യൂസ് ചെയ്തത് അവരാണെന്നുള്ള തെളിവ് എല്ലാവരുടെയും കയ്യിലുണ്ട്. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ ഈ പറയുന്ന അനുവിൻ്റെ സഹോദരി ATM കാർഡ് യൂസ് ചെയ്ത് കാശ് എടുത്തു എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ജയപ്രകാശ് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഈ പറയുന്ന അനുവിൻ്റെ എന്താ പറയുക ചേച്ചിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫണ്ട് അവർ വലിച്ചെന്നുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സേഫാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപ അവരെ വലിച്ചെന്നുള്ള സേഫാണ്. ബാക്കി 7 ലക്ഷം ഉണ്ട്, അത് എവിടെ പോയെന്ന് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ കൈ സ്വാധീനമില്ലാത്തത് കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ തരുന്ന പൈസ ഞാൻ അവിടെ കൊണ്ടുകൊടുക്കാൻ പോകുന്നതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചിയുടെ കയ്യിലായിരുന്നു. 18 ലക്ഷം രൂപയുടെ കണക്ക് അവരാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഈ 18 ലക്ഷം രൂപ കഴിഞ്ഞ് 7 ലക്ഷം രൂപയുടെ കണക്ക് എൻ്റെ കൈയുടെ ഇതിൻ്റെ വേണ്ടി ചിലവാക്കിയതാണ്. അപ്പോൾ 7 ലക്ഷമായി. അപ്പോൾ 25 ലക്ഷം രൂപ അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ചിലവ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള 25 ലക്ഷം രൂപയുടെ കണക്ക് അവിടെ തന്നെ തീർന്നു. നിങ്ങൾ അതായത് ഈ പറയുന്ന അനുവിന് 18 ലക്ഷം രൂപയുടെ ചിലവും
ഇദ്ദേഹത്തിൻ്റെ കൈയുടെ ചികിത്സയ്ക്ക് 7 ലക്ഷം, അങ്ങനെ 25 പറയുന്നു. എൻ്റെ ചോദ്യം അതല്ല, ഇത് ഹോസ്പിറ്റലിലെ ആ ഒരു ടൈമിലുള്ളതാണ്. അദ്ദേഹം ഇതിന് ശേഷം ഓരോ ദിവസം വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ടൈം വരെ ഇദ്ദേഹം വീഡിയോ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫണ്ട് വന്നിട്ടില്ലേ? അതായത് നമുക്ക് ചെങ്ങാതിക്കൂട്ടത്തിൻ്റെ വീഡിയോയ്ക്ക് അത് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കതെന്തായാലും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ ആ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഫെബ്രുവരി 2024 12-ാം തീയതി, ഫെബ്രുവരി 12, 2024 വരെയുള്ള, അതായത് 500 രൂപ അന്നും വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അതായത് 5 മാസം മുമ്പ് ഈ പറയുന്ന കാശ് 500 രൂപ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 ലക്ഷം രൂപ വന്നതിന് ശേഷമാണോ ഈ പറയുന്ന 500 രൂപ ഫെബ്രുവരി വന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം അത് കണക്കിൽ ഉൾപ്പെടുത്തത്തില്ലേ? ഉൾപ്പെടണ്ടേ? അപ്പോൾ ആ കാശ് അങ്ങോട്ട് പോയി. അതിനൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടത് ഈ പറയുന്ന ജയപ്രകാശിൻ്റെ കയ്യിൽ നിന്നാണ്. എനിക്ക് ജയപ്രകാശിനോടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഇല്ലെങ്കിൽ നിങ്ങൾ ചതി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയണം, ജയപ്രകാശ് നിങ്ങൾ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ട് ദഹിക്കത്തില്ല തിന്നാൽ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ സത്യം ഉറപ്പായിട്ടും ജയിക്കും. ഇനി വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരിൽ ഇങ്ങനത്തെ കാശ് പിരിച്ച് തിന്നാൻ നോക്കരുത്. ഒരിക്കലും ശരിയല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടെടുക്ക്. നിങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇതിലാണ് നടക്കുന്നത്, ഞങ്ങളെല്ലാം ഇതുകൊണ്ടാണ് ചെയ്യുന്നത്, ഇത് കുറച്ച് ഞാൻ എടുക്കാറുണ്ട്, അതിലൊരു അന്തസ്സുണ്ട്, ആളുകൾ അത് നോക്കി ഇടത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ ചോര വിയർപ്പാക്കി കൊണ്ടുവന്ന് 700 500 രൂപയ്ക്ക് പണി ചെയ്തിട്ട് അതിൽ നിന്ന് കൊണ്ടുവന്ന് 500 രൂപ അയച്ചു തരുമ്പോഴത്തേക്കിനും അതെടുത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരിക്കലും ശരിയല്ല. ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് നമുക്ക് വരാൻ ശ്രമിക്കാം. ഇതിൽ 2 ഭാഗക്കാരും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമുക്ക് എന്നെ മെസ്സേജ് അപ്പോൾ തന്നെ റിപ്ലൈ ഇട്ടു, ഇല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് മി അൽത്വാഫ് സൈനിങ് ഔട്ട്.